എൻ്റെ പേര് ജസ്ന എന്നാണ്. ഞാൻ അഴീക്കൽ നിന്നാണ് വരുന്നത്. 2022 മാർച്ച് 7-നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്. ആദ്യത്തെ ഉടമ്പടി പത്രികയിൽ ഞാനിങ്ങനെ എൻ്റെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മെഡിക്കൽ കോഡിങ് പഠിക്കണമെന്ന്. അമ്മയോട് പറയാൻ കാരണം എൻ്റെ അന്ന് അത് പഠിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് മെഡിക്കൽ കോഡിങ് പഠിക്കണം, എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2022 ജൂണിൽ എനിക്ക് പൈസ സെറ്റായി. ഞാൻ മെഡിക്കൽ കോഡിങ് പഠിച്ചു. ഡിസംബർ ആയപ്പോഴത്തേക്കും എനിക്ക് അതിൻ്റെ ആ കോഴ്സ് കഴിഞ്ഞു. ജാനുവരി ആയപ്പോഴത്തേക്കും ഫെബ്രുവരി ആയപ്പോഴത്തേക്കും ആ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും കിട്ടി. അങ്ങനെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ജോലിക്ക് പോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടിനും ജോലി കിട്ടി. എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. ഞാൻ വെയിറ്റ് ചെയ്തു. എനിക്ക് മെയ് ആയപ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. ഞാൻ പോയി, അത് അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. പക്ഷേ സാലറി വളരെ കുറവായിരുന്നു. എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്ന ഫീയും ട്രാവലും എല്ലാം നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്ന പൈസ മുതലാകത്തില്ല അവിടെ നിന്ന്. പോരാത്തതിന് 2 വർഷത്തെ ബോണ്ടും ഉണ്ട്. ഞാനത് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വേറെ ജോലി നോക്കാം അങ്ങനെ വീട്ടിൽ വന്നു. വീണ്ടും ജോലി നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഒന്നും എനിക്ക് റെഡിയായില്ല. ആ ടൈമിലാണ് ഞാൻ ഓർത്തത് ഞാൻ ഉടമ്പടി പത്രികയിൽ മെഡിക്കൽ കോഡിങ് പഠിക്കണം. എന്നിട്ട് ഞാൻ വെച്ചത് CPC എക്സാം എഴുതണമെന്ന്. CPC എക്സാം ഈ കോഡിങ് കഴിഞ്ഞിട്ട് എല്ലാവരും എഴുതുന്നതാണ്, സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ. അപ്പോൾ ഈ എക്സാം എഴുതണമെന്നാണ് ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലി വെക്കുന്നത്. അപ്പം ഞാനോർത്ത് എന്നാൽ എക്സാം എഴുതാം. പക്ഷേ എക്സാം എഴുതാൻ വേണ്ടിയിരുന്ന അതിന് 62,500 രൂപയാണ് ആ എക്സാമിൻ്റെ ഫീ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പൈസ എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ വീണ്ടും ആ ഒരു ടൈമിൽ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ളൊരു പള്ളിയിൽ ധ്യാനം ഉണ്ടായിരുന്നു. ധ്യാനം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്ന ടൈമിൽ ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കണ്ടു. അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് ഉടമ്പടി പത്രം മേടിച്ചിട്ട് ആ ഉടമ്പടി പത്രത്തിൽ ഇങ്ങനെ എഴുതി, ലൂക്കാ 2-ാം അധ്യായം 1 തൊട്ട് 38 വരെയുള്ള വാക്യങ്ങൾ. അത് ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ട് ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ പറ്റുണ്ടായിരുന്ന ഫോണാണ്. ഞാൻ ഫോണിൽ ബൈബിൾ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത് യേശുവിൻ്റെ ജനനമായിരുന്നു. കാര്യം ഞാനത് എപ്പോഴും ഞാൻ ക്രിസ്മസ് ഡിസംബറിലായിരുന്നു ആ ധ്യാനം നടന്നത്. ആ ടൈമിൽ ഞാൻ എപ്പോഴും ഈശോയോട് ചോദിക്കുമായിരുന്നു എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വേണം. ഓരോരുത്തർ സാക്ഷ്യം ഞാൻ കണ്ടിട്ടുണ്ട് ഗിഫ്റ്റ് ചോദിക്കുന്നതായിട്ട്. അപ്പം ഞാനിങ്ങനെ ചോദിക്കുക എനിക്ക് എന്ത് ഗിഫ്റ്റാണ് തരുന്നത്, എനിക്ക് എക്സാം എഴുതണം, എനിക്ക് കോച്ചിങ് ചെയ്യണം, അതാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാനിത് യേശുവിൻ്റെ ജനനമാണ് ഈശോ എന്നെ കാണിച്ചു തന്നത്. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ ആ വചനം വായിക്കാതെ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഞാൻ ആ വചനം വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2024 ജാനുവരിയിൽ തന്നെ എനിക്ക് പൈസ സെറ്റായി. ആ പൈസ സെറ്റായെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നിച്ച് ഇന്നവരോട് പൈസ ചോദിക്കാൻ. ഞാൻ ഉടനെ ചോദിച്ച ടൈമിൽ തന്നെ അങ്കിൾ എന്നോട് പറഞ്ഞ് ഞാൻ നിനക്ക് പൈസ തരാം. കാര്യം ഞാൻ എപ്പോഴും സാക്ഷ്യം കാണുമ്പോൾ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും. അങ്കിളിന് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്കിൾ എന്നോട് പറഞ്ഞു നിനക്ക് ഞാൻ പൈസ തരാം, നീ കൃപാസനത്തിൽ പോകുന്നതല്ലേ, നീ മാതാവിനോട് പ്രാർത്ഥിക്കുന്നതല്ലേ എന്ന് ഇങ്ങോട്ട് എന്നോട് പറഞ്ഞ് അന്ന് തന്നെ അങ്കിൾ എനിക്ക് പൈസ കൊണ്ടുവന്ന് തന്നു. ഞാൻ പോയി കോച്ചിങ് ചെയ്തു. ആ ഒരു ടൈമിൽ എൻ്റെ കൂടത്തിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളൊരു അന്യമതസ്ഥയാണ്. അവളുടെ വീട് കോഴിക്കോടാണ്. ഞാൻ എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരുന്നുകൊണ്ട് സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കും കേൾക്കുമായിരുന്നു. അപ്പോൾ അവളോട് ഞാനിങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ കൃപാസനത്തെ പറ്റി പറഞ്ഞ് മാതാവിനെ പറ്റി പറഞ്ഞ് ഇത് കേട്ട് അവൾ പറഞ്ഞു എനിക്കിവിടെ വരണം, എനിക്ക് പക്ഷേ വരാനുള്ള വഴി അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് വന്നോന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും അവളും കൂടി ഇവിടെ വന്നു. അവളിവിടെ വന്ന് ഉടമ്പടിയും എടുത്തു. അവൾക്ക് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതി ഇവിടെ അച്ഛനെ കാണാനായിട്ട് പറ്റി. അച്ഛനെ കാണാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ പറയാനുണ്ടായിരുന്നു പരീക്ഷണം ഉണ്ടാവും, തളരരുതെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതിയിട്ട് ഞാനത് ഫെയിലായി. 3 മാർക്കിനാണ് പോയത്. 100 ക്വസ്റ്റ്യൻസാണ്, 70 മാർക്ക് വേണം. 67ആയിരുന്നു എൻ്റെ സ്കോറ്. 3 മാർക്കിന് പോയപ്പോഴത്തേക്ക് ഞാൻ ഡൗൺ ആയി. ഞാൻ നോക്കിയപ്പോൾ ഞാനെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല, ആ ഒരു ചിന്തയായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെയും ഞാൻ ഓഗസ്റ്റിൽ 2ാമത് എക്സാം എഴുതിയപ്പോൾ വീണ്ടും ഞാൻ ഫെയിലായി. ആദ്യം അടച്ച പൈസയ്ക്ക് 2 പ്രാവശ്യം എക്സാം എഴുതാം, 2ഉം ഫെയിലായി. അത് 2ാമത് ഫെയിലായതും 2 മാർക്കിന് പോയി. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടുകൊണ്ട് ഞാൻ ചോദിച്ചു മാതാ ഇതെന്തിനാ എന്നെ ഫെയിലാക്കണം, എനിക്ക് മാത്രം എന്താ എല്ലാം ലാഗ്, എല്ലാവരും വരുന്ന അവർക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നല്ല നിലയിലായി, ഞാൻ മാത്രം ഇങ്ങനെ നിൽക്കുന്നുള്ളൂ.
അങ്ങനെ ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ എന്ന് വെച്ചാൽ എനിക്കൊരു വാശിയായെന്നുള്ള രീതിയിൽ ഞാൻ മാതാവിനോട് ചെന്നിച്ചും പറഞ്ഞു, ഓഗസ്റ്റിലാണ് ഞാൻ എഴുതിയത്, എനിക്ക് സെപ്റ്റംബറിൽ എക്സാം എഴുതണം, എനിക്ക് സെപ്റ്റംബറിൽ പൈസ വേണം, എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല, എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. സെപ്റ്റംബറിൽ ഞാൻ ഡേറ്റ് ഇട്ടു, എനിക്ക് അന്ന് തന്നെ പൈസ എങ്ങനെയാണെന്ന് അറിയില്ല, കിട്ടില്ലെന്ന് പ്രതീക്ഷിച്ച സ്ഥലത്തു നിന്ന് തന്നെ പൈസ സെറ്റായി. ഞാൻ നവംബറിൽ എക്സാം എഴുതി. ഞാൻ 70% മാർക്ക് മാത്രമേ ചോദിച്ചുള്ളൂ, പക്ഷേ എനിക്ക് 77% മാർക്ക് തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഡിസംബർ കഴിഞ്ഞു. പിന്നെ ഈ മന്ത് എനിക്ക് കോഴിക്കോട് വെച്ചിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പല സാക്ഷ്യവും ഞാൻ കേട്ടിട്ടുണ്ട്, മാതാവിനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഓരോരുത്തർ മാതാവിനെ കണ്ടു, അല്ലെങ്കിൽ ഈശോയെ കണ്ടു, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ സിമ്പിളായിരുന്നു എന്ന്. അങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയത്. ഇൻ്റർവ്യൂ എനിക്ക് വളരെ സിമ്പിളായിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി. ഞാൻ നാളെ കോയമ്പത്തൂർ പോകുവാണ്. പിന്നെ ഞാൻ ആദ്യം സാക്ഷ്യം പറഞ്ഞ ടൈമിൽ ഞാനിവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉടമ്പടി തൈലത്തിൻ്റെയാണ്. അതിപ്പോഴും എന്നോട് ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും പറയുന്നത്. എൻ്റെ ഹെയർ ഒരു ടൈമിൽ എൻ്റെ ഇപ്പോൾ ഉള്ള ഹെയറിൻ്റെ 1/3 പോലും എനിക്കില്ലായിരുന്നു. ഞാൻ ഒരുപാട് ഡിപ്രസ്ഡായ ഒരു കാര്യമാണ്. എനിക്കെങ്ങും പോകാൻ പറ്റുന്നില്ല. എനിക്ക് വളരെ ഞാൻ ഡിപ്രസ്ഡായിപ്പോയി. എനിക്കൊന്നും ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ പോലുള്ള ഒരു അവസ്ഥയിൽ എനിക്കില്ലായിരുന്നു. ഞാൻ ആ ടൈമിൽ ഞാൻ ഒരുപാട് മരുന്നും കഴിച്ചിട്ടുണ്ട്, ഒരുപാട് ഓയിൽ ഞാൻ തേച്ചതാണ്. അങ്ങനെ മിക്കർക്കും തന്നെ അറിയാം എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ എന്താണെന്ന്. ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ കസിൻസ്, റിലേറ്റീവ്സ് എല്ലാവർക്കും അറിയാം. ആ ഒരു ടൈമിൽ ഞാനിതെല്ലാം ഡ്രോപ്പ് ചെയ്തു, എല്ലാം മാറ്റി വെച്ചും ഞാൻ ഉടമ്പടി തൈലം അത് ഒരേ ഒരു തുള്ളി മാത്രം എടുത്ത് മൊത്തത്തിൽ തേച്ചിട്ടാണ് ഞാൻ കുളിക്കാറ്. കുളിച്ചിട്ട് ഞാൻ പള്ളിയിൽ പോകും. അങ്ങനെ ചെയ്ത് എനിക്ക് അത്യാവശ്യം ഹെയറുണ്ട്. ഇത് ഞാൻ പറയാൻ കാര്യം, ഈ കഴിഞ്ഞ ദിവസം കൂടി എന്നോട് എല്ലാവരും ചോദിക്കുക, നീ എന്താ തേച്ചത്, നിനക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ, നീ എന്താ നിൻ്റെ തലയിൽ തേച്ചത്, നീ ആരെ പോയി കണ്ടത്? ഞാൻ പറഞ്ഞു, ഞാൻ കൃപാസനത്തിലെ തൈലമാണ് തേച്ചത്. അങ്ങനെ ഒരുപാട് പേർക്ക് ഇൻസ്പയർ ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ആൻറ്റിമാർ ഓരോ പ്രശ്നം പറഞ്ഞ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവർക്ക് ലൈറ്റ് കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് പറഞ്ഞു കൊടുക്കും. അങ്ങനെ എൻ്റെ ആൻറ്റി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ആൻറ്റി ലൈറ്റ് കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, ആൻറ്റിക്ക് നടക്കാനുള്ള കാര്യം നടന്നു. ആൻറ്റി പറഞ്ഞിട്ട് വേറൊരു ചേച്ചി എന്നോട് വന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിക്ക് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ലൈറ്റ് കാൻഡിൽ എങ്ങനെ ഇടേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ എൻ്റെ വേറൊരു ആൻറ്റി രാവിലെ ലൈറ്റ് മാതാവിൻ്റെ ചെറിയൊരു ഒരു രൂപം പോലെ ആ തിരിയിൽ തെളിഞ്ഞു വന്നു. അതൊക്കെയാണ്. ഈശോയ്ക്കും മാതാവിനും നന്ദി. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒരു കൃപയായിട്ട് തോന്നിയത്, ആരെന്ത് പ്രശ്നം പറഞ്ഞാലും ഞാൻ അപ്പോൾ ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. ആ ഒരു എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ മരിയ സദനിലൊക്കെ സന്ദർശിക്കും, പത്രം മേടിച്ച് വിതരണം ചെയ്യും. പിന്നെ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് മിക്കരും തന്നെ ഹിന്ദുസാണ്. അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഇവിടെ ഞാൻ വരുമ്പോൾ എൻ്റെ ഈ പൈസയൊക്കെ തന്നോട് മാതാവിന് നേർച്ചയിട്, അല്ലെങ്കിൽ എൻ്റെ കാര്യം കൂടി പറഞ്ഞേക്കണേ എന്ന് എപ്പോഴും പറയാറുണ്ട്. മലാക്കിയുടെ പുസ്തകം 3:12 അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും, നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും. തൻ്റെ മെഡിക്കൽ കോഡിംഗ് പഠിക്കണമെന്നും പിന്നീട് CPS എക്സാം പാസ്സാവണം, ജോലി ലഭിക്കണം, ഇതൊക്കെ തൻ്റെ സ്വപ്നമായിരുന്ന ഈ മകൾക്ക് ഇന്ന് അതിൻ്റെ ഫെയിലിയറൊക്കെ വരുന്നുണ്ട്. തനിക്ക് 2 പ്രാവശ്യവും CPS എക്സാം അറ്റൻഡ് ചെയ്തിട്ട് പാസ്സാകാൻ സാധിച്ചില്ല. അതിനുശേഷം തനിക്ക് എങ്ങനെയാണ് അതിനുള്ള പൈസയൊക്കെ കണ്ടെത്താനായിട്ട് തനിക്ക് പോലും അറിയത്തില്ലാത്ത വഴികളിലൂടെ തനിക്ക് പൈസ പെട്ടെന്ന് വന്നു ചേരുവാനുള്ള സാധ്യതകൾ തനിക്കുണ്ടായി. ഒത്തിരിയേറെ പേരോട് തൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് പലരെയും ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. തൻ്റെ സാക്ഷ്യങ്ങളിലൂടെയും അതുപോലെ ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറയുവാൻ അതുതന്നെ വലിയ ഒരു കൃപയാണ്. നാം കണ്ടുമുട്ടുന്നവരോട് ദൈവത്തെക്കുറിച്ച് പറയുവാനുള്ള അനുഗ്രഹം, കൃപ അത് നമുക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് അത് തീർച്ചയായും നമ്മിൽ നടക്കുന്നത്. അങ്ങനെ ഇന്ന് തനിക്ക് ഇവിടെ വന്ന് തൻ്റെ 2ാമത്തെ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ എക്സാം പാസ്സായി തനിക്കൊരു ജോലി ലഭിച്ചു. ആ ജോലിയിൽ നാളെ താൻ പ്രവേശിക്കാൻ പോവുകയാണ്, ജോയിൻ ചെയ്യാൻ പോകുന്നു. അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവുമൊക്കെ ഈ മകൾ ചെയ്യുന്നു. താൻ വഴി ഒട്ടേറെ പേര് ലൈറ്റ് കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് അതവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ സഹായിക്കുവാനൊക്കെ തനിക്ക്
സാധിച്ചു. അതുമൂലം മറ്റു പലർക്കും ഒത്തിരിയേറെ കൃപകൾ ലഭിക്കുവാനായിട്ട് ഇടയായി. അവരൊക്കെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഇന്ന് ജസ്റ്റിൻ നമ്മോട് പങ്കുവയ്ക്കുക. അപ്പോൾ യുവാക്കൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും തങ്ങളുടെ ജീവിതത്തിലെ കൃപകളിൽ നിലനിൽക്കുവാനും അവരെ കൂടുതൽ സന്നദ്ധരാക്കുകയാണ്. അവരുടെ ബോധ്യങ്ങളിലൂടെ തങ്ങൾക്ക് ലഭിച്ച ആ കൃപയിൽ നിലനിൽക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നു. കൂടുതൽ കൃപകൾ ലഭിച്ച് വീണ്ടും കർത്താവിൻ്റെ പ്രേക്ഷിതരായി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഈ മക്കൾക്കൊക്കെ കഴിയട്ടെ. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.